ഹായ്, എൻ്റെ പേര് ഫാദിൽ മുഹമ്മദ്. ഞാൻ കറൻ്റ്ലി എറണാകുളം മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ CM അക്കാഡമിയിലുള്ള അനുഭവം എന്ന് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം ടീച്ചേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരുന്നു. അപ്പം എല്ലാ ടീച്ചേഴ്സും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. എൻ്റെ ഡൗട്ട്സ് പേഴ്സണലായിട്ട് തന്നെ വന്ന് എനിക്ക് തീർത്തരികയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഗിവ് മി എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ആക്ച്വലി. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് ടീച്ചേഴ്സിനെ വിളിക്കാമെന്നുള്ളതും പിന്നെ എൻ്റെ എന്ത് പൊട്ടത്തരമായ ഡൗട്ടുകളാണെങ്കിൽ പോലും ടീച്ചേഴ്സ് വളരെ യുക്തിപരമായി അതെനിക്ക് പരിഹരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി തന്നു എന്നുള്ളതും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നിരുന്നു. പിന്നെ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ CM അക്കാഡമിയിൽ എനിക്കുണ്ടായ അനുഭവത്തിൽ അവർ തന്നിരുന്ന ക്വസ്റ്റ്യൻസ് അവർ സ്ഥിരമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നിന്നുണ്ടായിട്ടും പ്രീവിയസ് ഇയറിൽ നിന്ന് അവരെടുത്തിട്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാൻ തന്നിരുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി നീറ്റിൻ്റെ എക്സാമുകളിൽ ഇരിക്കുമ്പോൾ പോലും അത് വേറൊരു എക്സാം ആയിട്ടല്ല, മറിച്ച് ഞാൻ നോർമലി എൻ്റെ ഹോസ്റ്റലിൽ എനിക്ക് എക്സാം പേപ്പറിൽ ചെയ്തിരുന്ന പോലെ തന്നെ നീറ്റിൻ്റെ എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റി. കാരണം സ്ഥിരമായിട്ടുള്ള റുട്ടീനായിട്ട് എനിക്ക് എക്സാംസ് എനിക്ക് ഈ അക്കാഡമിയിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റി. സോ കറൻ്റ്ലി MBBS ചെയ്യാണ് ഇവിടെ. പിന്നെ എനിക്ക് വേറെ MBBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക എൻ്റെ ഫാമിലിയിൽ നിന്നും, പിന്നെ ഫാമിലിയിൽ അതായത് ക്ലോസ് ഫാമിലി അല്ല, ലോങ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ നിന്നുണ്ടായ അനുഭവമാണ്. അപ്പം MBBSന് കയറി കഴിഞ്ഞാൽ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫ് ഹൗ ദേ വ്യൂ യു എന്നുള്ളത് കറക്റ്റ് നല്ലൊരു ചേഞ്ചിൽ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ പണ്ട് ജസ്റ്റ് +2 കഴിഞ്ഞു, നോർമലി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാവർക്കും നല്ല മതിപ്പുള്ള കുട്ടിയാണ്. അതിൽ നിന്നും മറിച്ച് നീറ്റ് ക്ലിയർ ചെയ്ത് MBBSന് കയറിയ സ്റ്റുഡൻ്റാണ്. അപ്പം ഒരു ഭാവി ഡോക്ടറാണ് എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളെ റിലേറ്റീവ്സ് കാണുമ്പോൾ അതിനുള്ള ഡിഫറൻസ് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പേഴ്സണൽ അനുഭവത്തിൽ തന്നെ പറയുകയാണ്, അവർ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയും നിങ്ങളോടുള്ളൊരു ബഹുമാനമൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. അത് വളരെ നല്ല സന്തോഷം. MBBSൽ കയറിയതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ആണത്. ദെൻ പഠിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സോ ഇഫ് യു ഒരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞു നീറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഇഫ് യു സ്റ്റാർട്ടിങ് ടു സ്റ്റഡി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ NCERT തന്നെ ഫോളോ ചെയ്യുക. വേറൊരു ഗൈഡും വേറെ ബുക്കുകളൊന്നും യൂസ് ചെയ്യാതെ NCERT തന്നെ ഫോളോ ചെയ്യുക. പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോണ്ട് സ്റ്റോപ്പ് പ്രാക്ടീസിങ്, ഡോണ്ട് സ്റ്റോപ്പ്. റെസ്റ്റ് എടുക്കാൻ പോലും ഞാൻ പറയണ ഡോണ്ട് ടേക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കാണാം. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ എഫേർട്ടായിട്ടും നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദെൻ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ഇറ്റ്. അപ്പം അതായത് പഠിക്കുമ്പോൾ എൻ്റെ എഫേർട്ട് പഠിത്തത്തിലും എനിക്ക് എക്സാം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഫൺ പാർട്ടായിട്ടും ഞാൻ എത്രത്തോളം നന്നാക്കുന്നു, എത്രത്തോളം എനിക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം എനിക്ക് മാർക്ക് നേടാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് ഞാൻ ഒരു ഫൺ പാർട്ടായി എടുത്ത്. അപ്പോൾ അതെനിക്കൊരു ആക്ച്വലി നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് ഞാൻ എൻ്റെ മെൻ്റലി കണ്ടത്. സോ പഠിക്കുന്നവർ ഇപ്പോഴേ തുടങ്ങുക. ഇപ്പം നീറ്റിനൊക്കെ നല്ല സ്കോപ്പാണ്. നീറ്റിൻ്റെ എക്സാം ടഫാക്കിയതോടെ MBBS പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ചുകൂടി ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ട്. സോ മാർക്കിങ്ങിനൊക്കെ നല്ല വ്യത്യാസം വരും. നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റും. CM അക്കാഡമി നിങ്ങൾ അതിന് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എസ്പെഷ്യലി CM അക്കാഡമിയുടെ ഓണറായിട്ടുള്ള മോസിൻ സാറെ കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ എനിക്ക് സാറെ ക്ലാസ്സുകളൊക്കെ ആക്ച്വലി ഭയങ്കര ഫണ്ണാണ്. അപ്പം നല്ല രസത്തിൽ തന്നെ സാറെ ക്ലാസ്സിലിരിക്കാനും ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കാനും സാറ് പഠിപ്പിച്ചിരുന്ന രീതികൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സാറോട് പേഴ്സണലി കുറേ കാര്യങ്ങൾ എനിക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള സാറാണ് മോസിൻ സാർ. സോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഒരു ഫീൽ ഉണ്ടാവും. മോസിൻ സാറോട് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. എല്ലാവരോടും സാർ നല്ല ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്കത് മനസ്സിലാവും. സോ താങ്ക് യു.